രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപാരമായ മറുകരയില്ലാത്ത ഈ സംസാര സാഗരത്തിന്റെ നടുവിൽ മുങ്ങി വലയുന്ന എനിക്ക് ശരണമായുള്ളത് എന്താണ്? ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു. ഗുരു പറഞ്ഞു, ജഗദീശ പാദമാകുന്ന കപ്പൽ മാത്രമാണ് ആ സംസാര സാഗരത്തിൽ നിനക്ക് ഒരേ ഒരു ശരണം. അതെ, ലൗകിക ദുഃഖങ്ങളും ഭൗതിക പീഡകളും ഒരു സമുദ്രം പോലെ അനന്തമാണ്. യുക്തിവിചാരത്തിന്റെ കൈകാൽ കുടയൽ കൊണ്ട് അതിന്റെ മറുകര കാണുക പ്രയാസമാണ്. വഴി ഒന്നേ ഉള്ളൂ, ജഗദീശ പാദവന്ദനം. അതിലേക്ക് നയിക്കുന്ന അനേകം വഴികളിൽ ഒന്നാണ് ശ്രേഷ്ഠ ഭാരതം. ആ ശ്രേഷ്ഠ ഭാരതത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യം ആചാര്യവന്ദനം. സ്വാഗതം ചെയ്യാം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യാം ശ്രീ ചെങ്കൽ സുധാകരൻ സർ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സർ. സ്വാഗതം. വിരഹിണിയായ സീതയിൽ പ്രതീക്ഷകൾ നൽകുന്ന സുന്ദരകാന്ഡം. സുന്ദരകാന്ഡം തുടരുന്നു. ആദ്യം പ്രശ്നോത്തരി മത്സരം. ഇന്നലത്തെ അതേ സ്കൂളുകൾ തന്നെയാണ് ഇന്ന് പ്രശ്നോത്തരി മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. ടീം എ കൈരളി വിദ്യാഭവൻ നെടുമങ്ങാട്, ടീം ബി ഭാരതീയ വിദ്യാഭവൻ തിരുനാവായ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ചോദ്യം ഇതാണ്: ശ്രീരാമൻ അയച്ച ബാണം എപ്രകാരം പാഞ്ഞു പോകുമോ അപ്രകാരം ഞാൻ ലങ്കയെ നോക്കി പോകും. ആരുടെ വാക്കുകൾ? എ സീതയുടെ, ബി സമ്പാദിയുടെ, സി ഹനുമാന്റെ, ഡി ലക്ഷ്മണന്റെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പതുക്കെ ആലോചിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. ഓപ്ഷൻ സി ഹനുമാൻ. ഓപ്ഷൻ സി ഹനുമാൻ ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, ഓപ്ഷൻ സി ഹനുമാൻ. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ലങ്കയിൽ പ്രവേശിച്ച ഹനുമാൻ ജീവത്യാഗം ചെയ്യാൻ ഒരുങ്ങിയത് എപ്പോൾ? എ രാവണന്റെ ഐശ്വര്യങ്ങൾ കണ്ടപ്പോൾ, ബി സീതയുടെ ദുഃഖം കണ്ടപ്പോൾ, സി സീതയെ കാണാതെ വന്നപ്പോൾ, ഡി രാക്ഷസൻ ബന്ധിച്ചപ്പോൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി സീതയെ കാണാതെ വന്നപ്പോൾ. ഓപ്ഷൻ സി സീതയെ കാണാതെ വന്നപ്പോൾ ലോക്ക് ചെയ്യട്ടെ. ഉറപ്പാണ്? ഓപ്ഷൻ സി സീതയെ കാണാതെ വന്നപ്പോൾ. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. ഒരു വ്യക്തി തളർന്നിരിക്കുകയാണെങ്കിൽ, അപകർഷതയോട് കൂടി ഇരിക്കുകയാണെങ്കിൽ, ഭയത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ, ദുഃഖത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ, വേദനയോട് കൂടി ഇരിക്കുകയാണെങ്കിൽ അയാളെ മോട്ടിവേറ്റ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. ഒരു ക്രിട്ടിക്കൽ ലെവൽ ക്രോസ് ചെയ്താൽ ആ വ്യക്തിക്ക് സാധാരണ മനുഷ്യരെക്കാൾ അസാധാരണമായ കപ്പാസിറ്റി ഉണ്ടാവും. അപകർഷതയുടെ ക്രിട്ടിക്കൽ ലെവൽ ക്രോസ് ചെയ്താൽ ഹി വിൽ ബിക്കം എ ജീനിയസ്. അതാണ് ഹനുമാൻ ഇഫക്റ്റ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ചോദ്യം ഇതാണ്: സീതയെ കൊന്നു തിന്നാൻ വെമ്പുന്ന രാക്ഷസിമാരോട് തന്നെ കൊന്നു തിന്നിട്ട് സീതയെ വെറുതെ വിടാൻ പറയുന്നത് ആരാണ്? എ ഹനുമാൻ, ബി ത്രിജട, സി വിനിത, ഡി അജാമുഖി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി ത്രിജട. ഓപ്ഷൻ ബി ത്രിജട ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ചോദ്യം ഇതാണ്: വാലിന്മേൽ തീ കൊളുത്തപ്പെട്ട ഹനുമാൻ രാക്ഷസ ഗൃഹങ്ങൾ കത്തിക്കുമ്പോൾ ഒഴിവാക്കിയത് ആരുടെ വീട്? എ നികുംബന്റെ, ബി വിഭീഷണന്റെ, സി ജംബുമാലിയുടെ, ഡി ത്രിജടയുടെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആരുടെയാ? ഓപ്ഷൻ ബി വിഭീഷണന്റെ. ഓപ്ഷൻ ബി വിഭീഷണന്റെ ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ടീം എയുടെ ചോദ്യം ഇതാണ്:
വാൽമീകി രാമായണം സുന്ദരകാണ്ഡത്തിലെ അവസാന വാക്യം ആരുടെ? എ ഹനുമാന്റെ, ബി അങ്കദന്റെ, സി സുഗ്രീവന്റെ, ഡി ശ്രീരാമന്റെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ ഹനുമാൻ. ഓപ്ഷൻ എ ഹനുമാൻ ഞാൻ ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, ഓപ്ഷൻ എ ഹനുമാൻ. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. അവസാന ചോദ്യമാണ്. കടൽ കടക്കുന്ന ഹനുമാന് വിശ്രമിക്കാൻ സൗകര്യമൊരുക്കണം എന്ന് സ്വയം ചിന്തിച്ചതാരും? എ പർവ്വതം, ബി സാഗരം, സി വൃക്ഷങ്ങൾ, ഡി വിദ്യാധരന്മാർ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആരാണ്? ഓപ്ഷൻ ബി സാഗരം. ഓപ്ഷൻ ബി സാഗരം. എത്ര പെട്ടെന്ന് ആൻസർ ചെയ്തത്. ഓക്കെ, ലോക്ക് ചെയ്തു. ഓപ്ഷൻ ബി സാഗരം. ഇനിയൊന്നും അങ്ങോട്ട് ചോദിക്കാനും ഇല്ല, ഇങ്ങോട്ട് പറയാനും ഇല്ല. അപ്പൊ നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. നന്മ നിറഞ്ഞ മാർഗവും നന്മ നിറഞ്ഞ ലക്ഷ്യവും വെച്ച് പോകുമ്പോൾ പ്രകൃതി നമ്മുടെ കൂടെ ഉണ്ടാവും. പ്രകൃതിയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കിട്ടും എന്നുള്ള ഒരു സന്ദേശം കൂടി സിംബോളിക്കായിട്ട് ഇതിനകത്ത് വേണമെങ്കിൽ എടുക്കാം. ഇന്ന് ടീം എ നേടിയിരിക്കുന്നത് 6 മാർക്കാണ്. ടീം ബി 6 മാർക്കാണ് നേടിയിരിക്കുന്നത്. പ്രശ്നോത്തര മത്സരത്തിൽ ടീം എ ആകെ നേടിയിരിക്കുന്നത് 8 മാർക്കാണ്. ടീം ബി ആകെ നേടിയത് 14 മാർക്കാണ്. ഇന്നത്തെ പ്രശ്നോത്തര മത്സരങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തത് ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരമാണ്. അതിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. ശ്രേഷ്ഠ ഭാരതത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. സുന്ദരകാണ്ഡത്തിലെ സുന്ദരികളുടെ ആലാപന മത്സരം തുടരുകയാണ്. തുടങ്ങല്ലേ? ഓക്കെ. ഇന്നലെ നമ്മൾ പരിചയപ്പെട്ടു. എന്നാലും ഒന്നും കൂടെ പേര് പറഞ്ഞേക്കൂ. അവന്തിക. മോന്റെ പേര്? ഗോകുൽ 10th സ്കൂൾ? കൈരളി വിദ്യാഭവൻ നെടുമങ്ങാട്. പേര് പറയുമോളൂ. നിത +1 പഠിക്കണം. മോന്റെ പേര് പറയൂ. പ്രണവ് 9th. സ്കൂൾ? ഭാരതീയ വിദ്യാഭവൻ തിരുനാവായ. ഓക്കെ. ടീം എയുടെ കാവ്യം സ്ക്രീനിൽ. പരധന കളത്രമോഹേന നിത്യം വൃഥാ പാപമാർജിച്ചു കീഴ്പോട്ടു വീണീടൊല നളിനദലനയനമഖിലേശ്വരം മാധവം നാരായണം ശരണാഗതവത്സലം പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തിവിശ്വാസേന സേവിക്ക സന്തതം. ആശയം വിശദീകരിച്ചു. ബ്രഹ്മാസ്ത്രബദ്ധനായി രാവണസഭയിൽ കൊണ്ടുവന്ന ഹനുമാനോട് പ്രഹസ്തനും പിന്നീട് രാവണനും ചോദ്യം ചെയ്യൽ തുടർന്നു. ഒടുവിൽ ഹനുമാൻ രാവണന് ഉത്തമനായ ഒരു രാജാവിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ക്രമമായി ഉത്ബോധിപ്പിക്കുന്നു. രാവണനെ ഉദ്ദേശിച്ചാണ് ഹനുമാൻ ഈ നീതിസാരം അവതരിപ്പിക്കുന്നത്. എങ്കിലും സമസ്ത മാനവകുലത്തിനും ലക്ഷ്യം വച്ചിട്ടുള്ള ഒരു പെരുമാറ്റച്ചട്ടമാണ് ഹനുമാൻ നൽകുന്നത്. അന്യന്റെ ധനത്തെയോ കളത്രത്തെയോ മോഹിക്കുന്നത് കൊണ്ട് വെറുതെ പാപം നേടി ദൈനംദിനം നീ അധപ്പതിക്കരുത്. മാധവനും നാരായണനും ശരണാർത്ഥികളോട് കരുണയുള്ളവനുമായ പരമപുരുഷൻ താമരക്കണ്ണനായ ഈ ലോകത്തിന്റെ മുഴുവൻ അധീശനുമായ ആ പരമാത്മാവിനെ നീ എപ്പോഴും സേവിക്കണം. മഹാവിഷ്ണുവിന്റെ അവതാരാംശമായ ശ്രീരാമന്റെ പാദകമലങ്ങളെ ആശ്രയിക്കുവാനാണ് ഹനുമാൻ ഉപദേശിക്കുന്നത്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ. വളരെ നന്നായി. പ്രത്യേകിച്ച് എനിക്കൊന്നൊരു കഥാപ്രസംഗത്തിനൊരു പോകാൻ പറ്റിയ ഒരാളാണ്. കരുണയുള്ളവനുമായ ഭാവത്തോടുകൂടെ ഞാൻ കരുണയെ പറ്റിയൊക്കെ പറയുന്നത് അല്ലേ. വളരെ ഭംഗിയായി. പരധന കളത്ര മോഹേന നിത്യം വൃഥാ പാപമാർജിച്ചു കീഴ്പോട്ടു വീണീടൊല്ല. വളരെ ഒരു അർത്ഥവത്തായ വരികളാണ്. നല്ലപോലെ ചൊല്ലി. സുധാകരൻ സർ. നന്നായി ആലപിച്ചു, നന്നായി വിശദീകരിച്ചു. അതിൽ രാമായണത്തിലെ ഈ ഭാഗം വളരെ ശ്രദ്ധേയമായ വരികളാണ്. പരധന പരകളത്ര ആദികളെ മോഹിക്കുന്നത് ഏറ്റവും വലിയ പാപമാണെന്ന് സൂചിപ്പിക്കുകയാണ്. അത് രാവണനെ കുറിക്കൊള്ളുന്ന ഒരു സൂചകമാണ്.
ഹനുമാൻ അവിടെ ഒരു വിശിഷ്ടനായ ഗുരുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർന്നു നിന്നുകൊണ്ടാണ് തന്നെ ആശ്രയിക്കുന്നില്ലെങ്കിലും തൻ്റെ മുമ്പിൽ നിൽക്കുന്ന നീചത്വമുള്ളയാളുടെ നീചത്വം പരിഹരിക്കുന്നതിനായി പ്രകാരം പറയുന്നു. അതിലൊരു എഴുത്തച്ഛൻ്റെ വാക്കുണ്ട്, കീഴ്പോട്ടു വീണീടോല, അധപ്പതിക്കരുത്, വളരെയധികം താഴ്ന്നു പോകരുത് എന്നൊരു സൂചന കൊടുക്കുകയാണ്. അതിനൊക്കെയുള്ള ഒരു പരിഹാരമോ സാക്ഷാൽ ഈശ്വരനെ പ്രണിപാതനം ചെയ്യുക, ആശ്രയിക്കുക, ഭക്തിയിൽ വിലീനമാവുക എന്ന്. നന്നായി പറഞ്ഞു. നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. ശ്രീകുമാർ സർ, എത്ര മാർക്കാണ് നൽകണത്? 8 out of 10. സുധാകർ സർ, 7 മാർക്ക്. കോമലക്ഷ്മി സർ, ടീം എ നേടിയിരിക്കുന്നത് 23 മാർക്കാണ്. അടുത്തത് ടീം ബിയുടെ കാവ്യമാണ്. ടീം ബിയുടെ കാവ്യം സ്ക്രീനിൽ. ശരണമിഹ ചരണ സരസിജമഖില നായികേ, ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നുമെന്നെ നീ, തവ സജീവനഹമിഹ തഥാവിധനല്ലഹോ, ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ സുമുഖി, കപികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവഭൃത്യൻ ജഗൽ പ്രാണനന്ദനൻ. ഇത് സ്ക്രീനിൽ വന്നപ്പോൾ ഇതെങ്ങനെയാ വായിക്കാൻ നോക്കി ഞാൻ നിൽക്കുക. പക്ഷെ ഇയാൾ വായിക്കണ കണ്ടപ്പോൾ തോന്നിയത് എന്തൊരു സിമ്പിളായിട്ടാണ് വായിക്കണത്. ആശയം വിശദീകരിച്ചോളൂ. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാന്ഡത്തിലെ വരികളാണ് ഇവ. അശോകവനിൽ അതീവ ദുഃഖിതയായിരിക്കുന്ന സീതയുടെ അവസ്ഥ ഹനുമാൻ കാണുന്നു. പിതാവായ വായുവിൻ്റെ അനുഗ്രഹത്താൽ താൻ ശിംശബ വൃക്ഷം വരെ എത്തിയ കഥ ഹനുമാൻ സീതയോട് പറയുന്നു. സീതയുടെ മനസ്സിൽ ഈ ആഖ്യാനം കുളിർമയും ആശ്വാസവും നൽകുന്നു. താൻ കേട്ട ഈ ആഖ്യാനം അത് തൻ്റെ മനോവിഭ്രാന്തിയാണോ അതോ യഥാർത്ഥമാണോ എന്ന് സീത സംശയിക്കുന്നു. അത് സത്യമായി ഭവിക്കട്ടെ എന്ന് സീത ആശംസിക്കുന്നു. അതുമാത്രമല്ല, ഈ ആഖ്യാനം നടത്തിയ ആ ഉത്തമൻ തൻ്റെ മുൻപിൽ തനിക്ക് കാണാനാകുന്ന വിധത്തിൽ പ്രത്യക്ഷനാകട്ടെ എന്നും സീത ആഗ്രഹിക്കുന്നു. ഈ സമയം ഹനുമാൻ തൊഴുതുകൊണ്ട് സീതയുടെ മുൻപിൽ പ്രത്യക്ഷനായി. എന്നിട്ട് ഇപ്രകാരം പറയുന്നു: എന്നെ ഒരിക്കലും സംശയിക്കരുത്, ഞാൻ കോസലേന്ദ്രനായ രാമൻ്റെ ദാസനാണ്. ഹനുമാന്റെ ഈ വാചകത്തിൽ നിന്നും നമുക്ക് ഹനുമാനിലെ ഒരു ഭക്തനെ കാണാനാകുന്നു. അതുപോലെ തന്നെ തൻ്റെ വാക്കിലോ പ്രവർത്തിയിലോ കാപട്യമില്ല എന്ന് ഹനുമാൻ പറയുന്നുണ്ട്. അതിലും നമുക്ക് ഹനുമാനിലെ ഭക്തനെ കാണാനാകുന്നു. സുഗ്രീവന്റെ ഭൃത്യനാണ് താൻ എന്ന് ഹനുമാൻ കൃത്യമായി പറയുന്നത് സീതയുടെ വിശ്വാസ്യതയ്ക്ക് വേണ്ടിയാണ്. നിത്യ വളരെ ഈസി ആയിട്ട് ഇത് ചൊല്ലാനായിട്ടൊരു മാർഗമുണ്ട്. സ്പീഡ് കുറയ്ക്കുക. അപ്പം മോളെ നല്ലപോലെ അത് കൃത്യമായിട്ട് അത് അറിഞ്ഞ് സ്പീഡ് കുറച്ച് ചൊല്ലി. അതാണ് അത്ര ഭംഗിയായത്. മറ്റേത് ഇച്ചിരി പ്രയാസമാണ്. ഇതിൻ്റെ ഒരു നാച്ചുറൽ സ്പീഡുണ്ട്. ശരണമിഹ ചരണ സരസിജമഖില നായികേ എന്ന് ചൊല്ലുമ്പോൾ വളരെ ഈസിയാണ്. ഒരു മെലഡി വരും. ശരണമിഹ ചരണ സരസിജമഖില നായികേ, ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നുമെന്നെ നീ, തവ സജീവനഹമിഹ എന്ന് പറയുമ്പോൾ നമ്മൾ കുഴഞ്ഞു പോകും. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്പീഡ് കുറയ്ക്കേണ്ട ഒരു ആവശ്യം വരുന്നത്. പക്ഷേ അത് ഭംഗിയായിട്ടത് ബുദ്ധിപരമായിട്ട് അത് സ്പീഡ് കുറച്ച് ചൊല്ലി വളരെ ഭംഗിയായി. നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. 7 out of 10. ഒരു ചെറിയ എക്സാമ്പിൾ വിപരീതമായിട്ട് പറഞ്ഞിട്ട് മാർക്ക് തരാം. റോക്ക്ഫെല്ലർ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയ ആൾ സ്വാമി വിവേകാനന്ദനെ കാണാൻ വന്നു. അപ്പോൾ വിവേകാനന്ദൻ അറിയാൻ ധാർഷ്ട്യത്തോടു കൂടിയാണ് അയാൾ വരുന്നത്. കുറേ നേരം ഇരിക്കാൻ പറഞ്ഞു വിവേകാനന്ദൻ്റെ അസിസ്റ്റൻ്റ്. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അകത്തേക്ക് പെർമിറ്റ് ചെയ്തപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ വിവേകാനന്ദൻ തിരിച്ചു പറഞ്ഞു, കയ്യിലുള്ള സമ്പത്തിൻ്റെ അഹങ്കാരമാണ് ഈ ശബ്ദത്തിൻ്റെ പുറകിൽ, കുറേ ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ട് വരൂ പറഞ്ഞു. നേരെ പുറത്തേക്ക് പോയപ്പോഴത്തേക്കും കുറേ ആഫ്രിക്കൻ ആൾക്കാർ പുറത്തുണ്ടായിരുന്നു. അവർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്കൊരു സ്കൂളുണ്ട്, അതൊരു കോളേജ് ആക്കാൻ പൈസ തരണം. കയ്യിലുള്ളതിൻ്റെ പകുതി എഴുതി കൊടുത്തിട്ട് ഇല്ലിനോയ്സ് യൂണിവേഴ്സിറ്റി എന്ന ലോകപ്രസിദ്ധ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് ആ ധാർഷ്ട്യത്തിൽ സംസാരിച്ച ആൾക്ക് കിട്ടിയ 2 വരിയ കയ്യിലുള്ളത് കൊടുത്തിട്ട് വരൂ എന്ന്. 3 ദിവസം കഴിഞ്ഞ് റോക്ക്ഫെല്ലർ തിരിച്ചു വന്നു. വളരെ ശാന്തനായിട്ടാണ് സംസാരിച്ചത്. ഇനി ഇതിൻ്റെ വിപരീതമാണ് ഞാൻ തന്നോട് പറയാൻ പോണത്.
താൻ ആ കവിത ആലപിച്ചത് വളരെ ശാന്തമായിട്ടാണ്, പക്ഷെ അർത്ഥം പറഞ്ഞത് നല്ല ഷാർപ്പാണ്. ഒരേ വ്യക്തിക്ക് ഒരേ കാര്യത്തിന് രണ്ട് രീതിയിലേക്ക് എത്താൻ സാധിക്കുക. ദാറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. 7 മാർക്ക് തരും. സുധാകരൻ സർ. ആലപനവും ആശയവിശദീകരണവും വളരെ നന്നായി, വളരെ വിശിഷ്ടമായ വിധത്തിലുള്ള ആശയം ഉൾക്കൊള്ളുന്ന ഭാഗമാണിത്. അതിനെ നന്നായി ചൊല്ലിയതിനും പറഞ്ഞതിനുമായി ഞാനും 7 മാർക്ക് നൽകുന്നു. ആലാപന അർത്ഥവ്യാഖ്യാന മത്സരത്തിന് 2 ദിവസവുമായി ടീം എ നേടിയിരിക്കുന്നത് 43 മാർക്കാണ്. ടീം ബി നേടിയിരിക്കുന്നത് 41 മാർക്കാണ്. ഇന്നത്തെ ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്തത് രാമായണ നൃത്തശില്പമാണ്. അതിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. इति पवनतनयन वजनेन वैदेहियुम इत्तिरि नेरम विचारिच्चु मनसे चिगुरभरमदिल मरुवुम अमल चूडामणि ചിന്മയി മാരുതി കയ്യിൽ നൽകിയിടിന ശൃണു തന്നയ യാള വാക്യം ഭവഗ ശൃണു തനയ പുനരോരടയാള വാക്യം ഭവഗ ശ്രുത്വാ ധരിച്ചു സബദി പുനരതു പൊഴുതു വിശ്വാസം എന്നുടെ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം.
ഭാരതീയ വിദ്യാഭവൻ തിരുനാവായ. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തത്? ആദ്യം ചെയ്തത് സീതയെ രാവണൻ ലങ്കയിലേക്ക് അപഹരിച്ചതിന് ശേഷം രാക്ഷസിമാർ സീതയെ ഉപദ്രവിക്കുന്ന രംഗമാണ് ആദ്യം. അപ്പോൾ ത്രിജട വന്നിട്ട് ഉപദ്രവിക്കരുത്, ഞാനൊരു സ്വപ്നം കണ്ടു, അത് പറയാമെന്ന് പറയുന്നു. സ്വപ്നം ഇതായിരുന്നു, രാമനും തമ്മിൽ യുദ്ധം. അപ്പോൾ രാമൻ രാവണനെ വധിക്കുന്നതായിട്ടാണ് സ്വപ്നം. ആ യുദ്ധത്തിന്റെ സ്വപ്നമായി ഹനുമാൻ വരുന്നുണ്ടല്ലോ. അല്ലെ, അടുത്ത ഭാഗമായിട്ട് സീതയും ഹനുമാനും തമ്മിലുള്ള സംവാദമാണ്. ഹനുമാൻ സീതയ്ക്ക് മുദ്രാമോതിരം നൽകുന്നു. അപ്പോൾ അതിന്റെ സന്തോഷ സൂചകമായിട്ട് സീതാദേവി രാമന് നൽകാൻ വേണ്ടി ചൂടാമണി ഹനുമാന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. നിങ്ങൾ രണ്ടുപേരുമായിരുന്നു മെയിനായിട്ട് നയിച്ചത് അല്ലേ? നന്നായി ചെയ്തു. പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് വരദ, ഞാൻ 9th പഠിക്കുന്നത്. എൻ്റെ പേര് അമൃത, ഞാൻ 9th പഠിക്കുന്നത്. എൻ്റെ പേര് ജാനകി, ഞാൻ 9th പഠിക്കുന്നത്. എൻ്റെ പേര് അഖില, ഞാൻ 9th. പേര് ശ്രീദേവി, ഞാൻ 9th. എൻ്റെ പേര് ഗായത്രി, ഞാൻ 9th പഠിക്കുന്നത്. നിങ്ങളൊക്കെ ഒരേ ക്ലാസ്സിലാണോ അല്ല വെവ്വേറെ ഡിവിഷനാണോ? ഡിവിഷൻ വേറെയാണോ? ഓക്കെ, എന്തായാലും നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സാർ, നല്ല രസമുണ്ടായിരുന്നു നിങ്ങൾ അവതരിപ്പിച്ചത് കേരള നടനം കാണാനായിട്ട്. പ്രത്യേകിച്ച് കേരളീയമായ വേഷവിധാനങ്ങളും അതിനുപയോഗിച്ച വാദ്യങ്ങളും ചില ചൊല്ലുകളൊക്കെ കേട്ടപ്പോൾ ഒരു സുഖം തോന്നി. തേക്കത് മൃതത്തെ എന്നൊക്കെ പറഞ്ഞ കേരളീയമായ മുത്തായ്പകളൊക്കെ കേട്ടപ്പോൾ ഒരു സുഖം തോന്നി. നല്ലൊരു എന്താ പറയുക, സംഗീതവും ഉപയോഗിച്ച വരികളും നിങ്ങൾ വളരെ നല്ല കോർഡിനേഷനോട് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. കേരള നടനത്തിൻ്റെ വശ്യത വളരെ ഭംഗിയായി നിങ്ങൾ അവതരിപ്പിച്ചു. കഥാസന്ദർഭവുമായി ഇണങ്ങുന്ന വിധം നിങ്ങളുടെ ഭാവപ്രകടനം യോജിച്ചിരുന്നു. നൃത്യങ്ങളുടെയൊക്കെ ഒരു സമീചീനമായ യോജിപ്പ് നമുക്കവിടെ കാണാൻ പറ്റി. ഭംഗിയായി. ശരി. നിങ്ങൾ എത്ര വർഷമായിട്ട് ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട്? ഒരു വർഷത്തിൽ കൂടുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊന്ന് കൈവെക്കുമോ? എല്ലാവരും പഠിക്കും. ഒരു വർഷത്തിൽ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. ഇത് തുടരുമോ? ഇനിയും തുടരണം. ഒറ്റ ലക്ഷ്യം, കഴിഞ്ഞ തലമുറ നമുക്ക് തന്നത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ കുറച്ചു പേരേ ഉള്ളൂ. ഈ അമൃത TV ഈ പരിപാടിക്ക്, ശ്രേഷ്ഠ ഭാരതം പരിപാടിക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരവസരവും കൂടിയാക്കി എടുക്കണം. നന്നായി, വളരെ നന്നായി. നമുക്ക് മാർക്സിലോട്ട് പോകാം. ശ്രീകുമാർ സാർ, 16 out of 20. സുധാകർ സാർ, 20-ൽ 16. 20-ൽ 16. നിങ്ങൾ നേടിയിരിക്കുന്നത് 48 മാർക്കാണ്. ഈ രാമായണ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുതിയ 2 ടീമുകൾക്കൊപ്പം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിടാം.